ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം. സകല ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനുള്ള ശക്തിയുള്ള അത്യുന്നതനായ മിശിഹ തൻ്റെ ജ്ഞാനശരീരമായ തിരുസഭയെ സ്ഥാപിച്ചിരിക്കുന്നു. ആ തിരുസഭയെ ഈ രക്ഷിതാവ് തന്നെ പരിപാലിച്ച് നടത്തി നിത്യാനന്ദ സ്വർഗരാജ്യത്തിൽ തന്നോടുകൂടെ ഒന്നിച്ചു ചേരും വരെ ഇതിനെ ഒരു കുറവും കൂടാതെ ഭരിച്ചു വരുന്നു. കർത്താവിന് ശരീരവും തിരുപത്നിയുമായിരിക്കുന്ന ഈ തിരുസഭയ്ക്ക് 3 ശാഖകളുണ്ട്. അവ സ്വർഗത്തിൽ ജയഘോഷം കൊണ്ടാടുന്നു. തിരുസഭയും ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രായശ്ചിത്തം എടുക്കുന്ന സഭയും ഈ ലോകത്തിൽ ലോകം, പിശാച്, ശരീരമെന്ന 3 ശത്രുക്കളോട് യുദ്ധം ചെയ്തു വരുന്ന സഭയുമാകുന്ന ഇവ 3. ഈ തിരുസഭ മോക്ഷത്തിൽ മാത്രമേ എല്ലാ പ്രകാരത്തിലും കറയറ്റതായി, യാതൊരു കുറ്റവും കുറവുമില്ലാത്തതായി, മങ്ങാത്ത ശോഭയോടുകൂടി പ്രകാശിക്കുന്നതായി, അറുതിയില്ലാത്ത ഐശ്വര്യഭാഗ്യങ്ങളെ അനുഭവിക്കുന്നതിനായി ഈശോ മിശിഹായോട് കൂടെ ഒന്നിച്ചു ചേർന്ന് എന്നേക്കും വാഴുകയുള്ളൂ. അവിടെ വച്ചാണ് കണ്ണ് കാണാത്തതായും ചെവി കേൾക്കാത്തതായും ബുദ്ധി കണ്ടുപിടിക്കാത്തതായുമായിട്ടുള്ള നിത്യാനന്ദത്തിൽ മുഴുകി ത്രിത്വൈക സർവേശ്വരനെ അഭിമുഖമായി ദർശിച്ച് അവിടുത്തെ പ്രതാപത്തിൽ തങ്ങൾക്ക് ലഭിച്ച പ്രതാപത്തെ കണ്ട് മോക്ഷനിവാസികൾ എന്നേക്കും കർത്താവിനെ സ്തുതിച്ച് ഉപകാര സ്മരണയോടുകൂടെ സ്നേഹിച്ചു വാഴുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. ഇത് തന്നെ സമ്പൂർണ്ണ സംതൃപ്തിയുടെയും പരമാനന്ദത്തിൻ്റെയും സ്ഥലമാണ്. ഇത്ര മഹനീയമായിരിക്കുന്ന തിരുസഭയിൽ യാതൊരു കുറവും കറയും ഉണ്ടാകുവാൻ പാടില്ലാത്തതാകുന്നു. അതിനാൽ അതിൽ ചേരുന്നതിന് മുമ്പായി ഏതേത് കുറ്റമുള്ളതും മാറ്റുകുറഞ്ഞ് പൊന്നും മൂശയിൽ ശുദ്ധമാക്കപ്പെടുന്നത് പോലെ അതിലുള്ള ഒരു സ്ഥലത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് തങ്ങളിലുള്ള കന്മഷമെല്ലാം ചുട്ടു ദഹിപ്പിച്ച് സൂര്യനെപ്പോലെ പ്രകാശിച്ച് പരിപൂർണമായി പരിശുദ്ധരാകണം. പാപികളെ ശുദ്ധമാക്കി മോക്ഷസഭയ്ക്ക് യോഗ്യമാകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലം എന്ന് അറിയപ്പെടുന്നു. ഈ സ്ഥലത്തിൽ പ്രായശ്ചിത്തം ചെയ്യുന്നവരെയാണ് സങ്കടം അനുഭവിക്കുന്ന തിരുസഭയെന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. യുദ്ധം ചെയ്യുന്ന സ്ഥലവും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലവും പാപപുണ്യങ്ങളുടെ സമ്പാദന സ്ഥലവും ഈ ലോകമാകുന്നു. ഇവിടെ വച്ചത്രേ ആത്മശത്രുക്കളെ ജയിച്ചു കീഴടക്കി മോക്ഷകിരീടത്തിനുള്ള അവകാശം പ്രാപിക്കേണ്ടത്. പരീക്ഷയിൽ അന്താളിക്കാതെ ദൈവശുശ്രൂഷയിൽ തൽപരരായി നടന്ന് പരമരാജാവിൻ്റെ പക്കൽ എത്തുന്നതിനു വേണ്ടി നമ്മൾ അക്ഷീണം പരിശ്രമിക്കേണ്ടതാണ്. പാപമാർഗങ്ങളെ വെറുത്ത് ദുശ്ചിന്തകളെ അടക്കുവാനുള്ള തപക്രിയകളെ തിരഞ്ഞെടുത്തതുകൊണ്ട് നിത്യാനന്ദ മോക്ഷത്തിന് യോഗ്യരാക്കേണ്ടതിന് ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. യുദ്ധസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ലോകവാസികൾക്ക് പുണ്യയോഗ്യത സമ്പാദിക്കുന്നതിനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നു മാത്രമല്ല, മോക്ഷനിവാസികളെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും പ്രായശ്ചിത്ത സഭയിൽ ഞെരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിച്ച് നിത്യാനന്ദ ഭവനത്തിൽ ചേർക്കുകയും കൂടി ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ്. പ്രായശ്ചിത്ത സഭക്കാരാകട്ടെ സ്വയമേ യാതൊരു പുണ്യയോഗ്യതയും സമ്പാദിപ്പാൻ ശക്തിയില്ലാതെ തങ്ങൾക്ക് സഹായം ചെയ്യുന്ന യുദ്ധസഭയ്ക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. പ്രതാപസഭയിൽ ചെന്ന് ചേരുന്നതിനാഗ്രഹിച്ച് ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് അവർ അഗ്നിയിൽ ശുദ്ധിയാക്കപ്പെടുകയും ചെയ്യുന്നു. മോക്ഷത്തിൽ വാഴുന്ന പ്രതാപസഭ യുദ്ധസഭയെ കൃപാപൂർവം നോക്കി ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുവേണ്ട ദൈവവരങ്ങളെ ചൊരിയുന്നു. യുദ്ധം ചെയ്യുന്നവരുടെ മനസ്സിന് നേർവഴി തോന്നിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രായശ്ചിത്ത സഭയ്ക്ക് തുണയായി അഗ്നിയെ അമർത്തുവാനുള്ള ധർമ്മങ്ങളെയും പാപപരിഹാരത്തിനുള്ള പാപക്രിയകളെയും ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ജപങ്ങളെയും എല്ലാ വേദനകളെയും അവസാനിപ്പിക്കുന്നതിനുള്ള പൂജകളെയും നടത്തിക്കുന്നതിൽ ഇവർ തൽപരരായിരിക്കുന്നു. ഒടുവിൽ ഈ സഭക്കാരെല്ലാവരും മോക്ഷത്തിൽ ഒന്നിച്ചു ചേർന്ന് കർത്താവിനോടുകൂടെ ഏകോപിപ്പിച്ച് വാക്കിലും വിചാരത്തിലും അടങ്ങാത്ത സകലവിധ ഭാഗ്യങ്ങളെയും അനുഭവിച്ച് സർവേശ്വരനെ വാഴ്ത്തി സ്തുതിച്ച് സ്നേഹിച്ചു വാഴുകയും ചെയ്യും.
സഹോദരരെ, ഈ മാസത്തിന്റെ ആദ്യത്തിൽ സകല പുണ്യവാന്മാർക്കുമുള്ള തിരുനാൾ കൊണ്ടാടുന്നതിനാൽ മോക്ഷത്തെ നിരൂപിച്ച് ആ സ്ഥലത്തിൽ ചേരുന്നതിന് ഉള്ള പ്രയത്നങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. എങ്കിലും മരിച്ച ഉടനെ അവിടെ ചേരുക അത്ര എളുപ്പമല്ല. സാധാരണ എല്ലാവരും തന്നെ ഏറെക്കുറെ ശുദ്ധീകരണ സ്ഥലം വഴിയായിട്ടേ സ്വർഗം പ്രാപിക്കുകയുള്ളൂ. അതിനാൽ ഈ മാസം മുഴുവൻ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ചില സുഹൃതങ്ങളും ജപങ്ങളും ചെയ്ത് അവരെ സഹായിക്കുന്നതിന് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. സകല മോക്ഷവാസികളെയും സ്തുതിക്കായിട്ട് 3 സ്വർഗസ്ഥനായ പിതാവേയും 3 നന്മ നിറഞ്ഞ മറിയവും 3 ത്രിത്വ സ്തുതിയും ചൊല്ലി സമർപ്പിക്കാം.